ഇവൻ ഡ്രസ് മാറാൻ പോയിട്ട് എത്ര നേരമായി? മോനെ എന്തോ ബാ. ദാ വരുന്നു. ഇതാരാ ബാഗ്? എന്റെയാ? ആ മോന്റെ. നിക്ക്, എല്ലാം വെച്ചോ? ആ നോക്ക്, ശരിയല്ലേ? നടക്ക് നടക്ക്, വേഗം വേഗം. ചെരുപ്പൊക്കെ എടുത്തിട്ട് വേഗം. ഞങ്ങള് പോയിക്കോളാം അച്ഛാ. ആ പോയിക്കോളാം, സമയം പോയില്ലേ? പോയി വേഗം പോയി. ഓ ഈ ചെരുപ്പം നിരട്ടെ. ഉള്ള ചെരുപ്പൊക്കെ മതി, ഓടിപ്പോ. എല്ലാ ജോലികളും കഴിഞ്ഞിട്ടാണോ നിന്റെ ഇരുത്തം? കുറെ സെക്ഷൻ ഉണ്ടെന്ന് കരുതി എല്ലാം വേസ്റ്റ് ആക്കരുത്. ഇരിക്കാൻ സമ്മതിക്കൂല. വേണ്ട വേണ്ട, സെക്ഷൻ മാറും. സെക്ഷൻ എല്ലാം അടുത്ത് ഞാൻ അടുപ്പിലിടും. ഒരു ഉപ്പുമാവ് വെച്ചപ്പോഴേക്കും ഇത്രയും പാത്രം കഴുകണമെങ്കിൽ ഉച്ചഭക്ഷണം കഴിയുമ്പോ എന്തായിരിക്കും അവസ്ഥ? രാത്രി ഭക്ഷണം കഴിഞ്ഞാലോ? ഞാനൊന്ന് ചിരിച്ചിരിച്ച് ചാവും. അയലോകത്താണ്ട് കൊണ്ടുപാടി. ഇതെന്റെതാണല്ലോ. ഇതെന്റെതാണല്ലോ. രാജീവാ, എടാ രാജീവാ. ഓ ഇത് ഇതുവരെ മുറിച്ച തീർന്നിട്ടില്ലേ? എടാ അച്ഛന് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കിയോ? ഓ പറമ്പിലേ തേങ്ങ വരിക്കാനുള്ള ആള് വന്നിട്ടുണ്ട്. വേഗം പോയി പെറുക്കിക്കൊണ്ട് വാ. അമ്മ ആ എന്താടാ ഇത് കട്ടി? വക്കീലേ വേണ്ട അമ്മേ. സൂപ്പർ. സൂപ്പർ. ഈ സ്ത്രീകൾക്കൊക്കെ ഒരു അഹങ്കാരമുണ്ട്. കറികൾ അവർ വെച്ചാൽ മാത്രമേ ശരിയാകൂന്ന്. രാജീവാ കേറുവാ.
അച്ഛാ അമ്മേ ഊണ് കാലായി ഭക്ഷണം കഴിക്കാൻ വരൂ. ആ വരൂ. ആഹാ കൊള്ളാലോ. കൈ കഴിക്കോളൂ. ആഹാ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനും ഇന്ന് തകർക്കും ഞാൻ. നേരെ കഴിച്ചോളൂ. ഇരുന്നോളൂ 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 ഇരുന്നോളൂ. ഞാന് കുളിച്ചിട്ട് വേഗം വരാം. ഓ രണ്ടുപേരും ആവശ്യം എടുത്ത് ആ, കഴിച്ചു. ആ, ആ. ഞാൻ എടുത്തു തരാം. നമ്മുടെ മോൻ തരക്കേടില്ലല്ലോ. അവനേ എന്റെ മോനാടി. വേഗം വിളമ്പ്. മീൻകറിയാ കുറച്ച്. ആ മതി മതി. ഓ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് അവരെന്നെ അഭിനന്ദിക്കുന്ന ഓർത്ത് കോൾമേർ കൊള്ളുന്നു. ഇതെന്താടി ഇവൻ ഉണ്ടാക്കി വെച്ചത്? ഇത് വീടോ അതോ ജയിലോ? ഇക്കണക്കിന് പോയാലേ 1 മാസം കൊണ്ട് ഈ വീട്ടില് പട്ടിണി മരണം സംഭവിക്കും. പണിപ്പാളി. ഇതെന്താ കറിയോ കാടിവെള്ളോ? എന്തെങ്കിലും ഒരു രുചി വേണ്ടേ? ശരിയാ, ഇതിനേക്കാളും നല്ലത് പച്ചവെള്ള. നീ അവനെ നിങ്ങോട്ട് വിളിച്ചേ. രാജീവാ രാജീവാ, അവൻ കുളിക്കാൻ കയറിയെന്നാ തോന്നുന്നേ. കുളി ഇതിവിടെ വിളമ്പി വെച്ച് മുങ്ങിയതാ. നിങ്ങളെ മോനല്ലേ, നിങ്ങൾ കഴിച്ചോ, ഞാൻ പട്ടിണി കിടന്നോളാം. ഇത് കഴിച്ച് ചാവുന്നതിനേക്കാളും നല്ലതാ അതാ. ദേ പോണു, നിക്കടാ അവിടെ. എടാ അവിടെ നിക്കാൻ. എനിക്കിപ്പോ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്നെ പറയിപ്പിക്കാൻ പറഞ്ഞൊരു മോൻ. ഊണിന് സമയമായല്ലോ, ഇവിടെ ആരുമില്ലേ? ഓ ഞാൻ വിളമ്പി തരാം, ഇരിക്കൂ. ബുദ്ധിമുട്ടണമെന്നില്ല. എനിക്കൊരു 120 രൂപ തന്നാൽ ഞാൻ പുറത്ത് ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചോളാം. അതിന് ഈ ഊണെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഓരോരുത്തർക്കും അവനവന്റെ ജീവനല്ലേ വലുത് മിസ്റ്റർ രാജീവൻ. പോയി കാശെടുക്കൂ. ഞാനിത് ഇത് കഴിക്കുന്നില്ലേ ഇപ്പോ? ഇല്ല ഇല്ല, ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം. ഒരു കാശെടുക്കാൻ പോകൂ. ഓ കാശ്. അയ്യോ അയ്യോ, ഇത് ശ്യാമേ, എന്താ ഈ കറി ആരാണ് കൊണ്ടുവച്ചത്? കറി എവിടെ വെക്കുവോ? ഈ കറിക്ക് എന്താ പ്രത്യേകത? ഈ കറി നിങ്ങൾക്കുള്ളതല്ല, ഈ കറി ഞങ്ങളുടെ ഫാമിലിക്കുള്ളതാ. ഈ കറിക്ക് എന്താണ് ഇത്ര പ്രത്യേകത? ഈ കറി കൂട്ടി കഴിച്ച ക്യാൻസർ, അൾസർ, പ്രഷർ, ഷുഗർ, മൂലക്കുരു തുടങ്ങിയ അസുഖങ്ങളൊന്നും വരില്ല. മൂലക്കുരുവിന് പറ്റിയ മരുന്നാണോ? പിന്നല്ലേ. അത് ഇവിടെ വെക്കണം. മിസ്റ്റർ ഇവിടെ വരൂ. ആ കറി ഇവിടെ വെക്കൂ. ഞാൻ ഇതിന്റെ വീട്ടിലേക്ക് വേറെ കറി ഉണ്ട് അകത്ത്. കൂടുതൽ സംസാരിക്കരുത്, ഇത് കോടതി ഉത്തരവാണ്. വെറുതെ എന്നെ കൊണ്ട് വകുപ്പ് പറയിപ്പിക്കരുത്. സെക്ഷൻ 32 അതിവിടെ വെക്കുന്നോ അതോ സെക്ഷൻ പറയണോ? അതല്ല വക്കീലെ, എന്റെ കുട്ടികൾ. ഞാൻ വീണ്ടും പറയുന്നു, സെക്ഷൻ പറയിപ്പിക്കരുത്, ഇവിടെ വെക്കാൻ. ഇതാരാ ഇവിടെ കൊണ്ടുവച്ചത്? വീട്ടിലേക്ക് വേണ്ടി ഉണ്ടാക്കിയ വേറെ കറി വേണ്ടല്ലോ. അപ്പൊ ഇത് ഞാൻ വിളമ്പി തരാം. സാധനമാണെന്ന് അറിയാമോ? എന്റെ മക്കള് കഴിക്കുന്ന സാധനം. കുറച്ചുകൂടി വേണ്ട വേണ്ട, ഞാൻ ഒഴിച്ചോളാം. മരുന്നാണ്. കുറച്ച് എരിവുണ്ടോ? തെറി പറയരുത്. നോ പ്രോബ്ലം. വേണമെങ്കിൽ ഇത് മാറ്റി. വേണ്ട, മൂലക്കുരുവിനുള്ളതല്ലേ. എന്നായിരുന്നു കഴുകി.
മൂലക്കുരു സഹിക്കണോ അതോ ഇത് കഴിക്കണോ? വേണ്ട, മൂലക്കുരു സഹിക്കാം. അത് പാളി. ഈശ്വര, നേരത്തെ 2 പാത്രം കഴുകിയാൽ മതിയായിരുന്നു. ഇപ്പൊ 3 പാത്രം കഴുകണം. എന്തൊരു കഷ്ടപ്പാടാ. ഞാൻ എനിക്ക് തന്നെ പാരായ. നമ്മുടെ അച്ഛൻ ട്രാക്ടർ വയ്ക്കുന്ന തോന്നുന്നത്. അച്ഛമ്മേ, ദേ മക്കള് വന്നു. ആ അല്ല അവനെവിടെ? അവനതാ പുറത്ത് കിടന്ന് ഉറങ്ങുന്നു. നിങ്ങൾ എന്ന് അവനെ ഒന്ന് വിളിക്കേ. രാജീവാ, ഡാ, ഇവന്റെ ഒരു ഉറക്ക്. ഡാ രാജീവാ, കുട്ടികൾക്കുള്ള ചായയും കടിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാ വേഗം ചെന്ന് ഉണ്ടാക്കി കൊടുക്കടാ. എന്റെ ഒരു ഉറക്കം. ശ്യാമയാണെങ്കിൽ ഇപ്പൊ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ പിന്നെ എനിക്കൊരു ലൈം ടീ കൂടി വേണം, അതുകൂടി റെഡിയാക്കിക്കോ. ഞാൻ കൊല്ലും. അല്ല സാമൂതിരി. സാമൂതിരി അല്ല. ഭട്ടതിരിയാണോ? ഏയ് മെഴുകുതിരി അല്ല, ചന്ദനത്തിരി ആയിരിക്കും. ആ മതി മതി മതി. ലോകത്തുള്ള സർവ്വ തിരികളുടെ പേര് പറഞ്ഞാലും എന്റെ പേര് മാത്രം പറയരുത്. ഐ ആം അഡ്വക്കേറ്റ് എംബ്രാന്തിരി. ഈ കളവൻ എന്നെ കൂടി പഴപ്പിക്കും. ഐ ആം അഡ്വക്കേറ്റ് കോനാതിരി. എന്ത് തിരിയെങ്കിലും ആവട്ടെ, നിങ്ങൾക്കൊരു മാസത്തിൽ എന്ത് ശമ്പളം കിട്ടും? അതറിഞ്ഞിട്ട് എന്തിനാ? കടം ചോദിക്കാനാണോ? അതല്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനാ. വെറുതെ അറിഞ്ഞിരിക്കാനാണെങ്കിൽ ഞാൻ പെറ്റി കേസിന്റെയും സിവിൽ കേസിന്റെയും ക്രിമിനൽ കേസിന്റെയും കുറെ സെക്ഷൻ പറഞ്ഞു തരാം. വെറുതെ ഇരുന്ന് പഠിച്ചോ. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു പിഞ്ചു ബാലികയെ പീഡിപ്പിച്ചു എന്ന് വെക്കുക. ആസ് വെൽ ആസ് അത് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം, അതായത് IPC വകുപ്പ് പറയുന്നതിന് മുമ്പ് തന്നെ കളവൻ പീഡിപ്പിക്കാൻ പോയോ? കടിയില്ലെങ്കിൽ എനിക്ക് ചായ വേണ്ട. എനിക്കും. തൽക്കാലം ബിസ്ക്കറ്റ് തരാം, വേണമെങ്കിൽ കഴിച്ചിട്ട് പോ. നാളെ മുതൽ എല്ലാം ശരിയാവും. നിങ്ങൾ സഹകരിക്കണേ. ഇതിന്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു? അല്ല പിന്നെ. സ്വന്തം അച്ഛനിട്ട് ഇങ്ങനെ താങ്ങല്ലേ. ഇപ്പൊ നേരത്തിനൊന്നും കിട്ടാതായി. വൈകുന്നേരം ഒരു കട്ടൻ ചായ കുടിച്ച് ശീലമുള്ളതാ. ഓ, ഉച്ചക്ക് എന്നെ പട്ടിണിയാ. അത് വല്ലതും ബോധമുണ്ടോ? ഓ, ശ്യാമ എല്ലാരും കേടെടുത്ത് വെച്ചിരിക്കല്ലേ. അവളിവിടെ ഇല്ലാത്തത് കാണാനുണ്ട്. ഞാൻ ചായ അങ്ങോട്ട് കൊണ്ടുവരാം. എല്ലാരും ഒന്ന് പോയേ, എന്റെ കോൺസെൻട്രേഷൻ പോണു. കോൺസെൻട്രേഷൻ മുഴുവൻ പോകുന്നതിന് മുമ്പ് എന്റെ ലൈം ടീ എടുക്കണേ. എന്റെ വക്കീലെ കൊണ്ടുതരാം. അവിടെ എവിടെങ്ങാനും പോയി ഇരിക്ക. അച്ഛാ, ഞങ്ങൾ കളിക്കാൻ വിളിക്കണേ. ഓ, അമ്മ. ആഹാ, എങ്ങോട്ടാ രണ്ടും കൂടെ? കളിക്കാനോ? ആ, വീഴരുത് കേട്ടോ. ശ്രദ്ധിക്കണം കേട്ടോ. ശരി അമ്മേ. ഏട്ടാ, എനിക്ക് പെട്ടെന്നൊരു നാരങ്ങ വെള്ളം വേണം. വല്ലാത്ത ക്ഷീണം. വന്ന് കയറിട്ടല്ലേ ഉള്ളു. കുറച്ച് വിശ്രമിക്ക്. എനിക്ക് 2 കൈയേ ഉള്ളൂ. രാവിലെ 5 മണിക്ക് തുടങ്ങിയതാ. സെക്ഷൻ 23/8 ജോലി കഴിഞ്ഞ് കയറി വരുന്ന ഭാര്യയുടെ ആരോഗ്യ കാര്യത്തിലുള്ള അശ്രദ്ധ. സെക്ഷൻ 27/32 പട്ടിയെ കൊല്ലാൻ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിക്കൽ. എന്റെ വക്കീൽ എന്നെ അങ്ങ് കൊല്ല്. എന്നിട്ട് വേണം എന്നെ IPC 302 വകുപ്പ് പ്രകാരം അകത്തിടാൻ. ഞാൻ വേറെ ആളെ വിട്ട് കൊല്ലിക്കാം. അതെനിക്ക് പുത്തരിയല്ല. അതെ, എന്റെ ഈ ഡ്രസ്സുകളൊക്കെ ഒന്ന് സോപ്പ് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പടി വിയർപ്പാ.
ആക്രാന്തം നാളൊരു ചന്ത പോലെ ആയിരിക്കണം. ചന്തയായിരിക്കണം. ചന്തയുടെ പ്രകൃതി ആയിരിക്കണം. എല്ലാത്തിനും പോയി അമ്മേ ഞങ്ങളെ പഠിപ്പിച്ചതാ. വേഗം വാ. അയ്യോടാ, മക്കൾ അച്ഛനോട് ചെന്ന് പറയ്, അച്ഛൻ പഠിപ്പിച്ചു തരും. അതല്ലേ പുതിയ നിയമം. അമ്മ വാ. അമ്മ വന്ന വക്കീല് മാമൻ കാണും. അതുകൊണ്ടാ ചെല്ല്. അത്യന്താപേക്ഷിതമാണ് ടീ. ചായ കുടിക്കണം. മനസ്സിലായി. അച്ഛാ ആ പഠിപ്പിച്ചു തരോ? ഞാൻ നിങ്ങൾക്ക് രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കണോ അതോ പഠിപ്പിക്കണോ? നിങ്ങൾ ഇത് അമ്മയുടെ പറയും. അമ്മയാ ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടത്. ഇനി അച്ഛൻ ഒന്ന് പറ. അഭിനയത്തിന്റെ മർമ്മപ്രധാനമായ ഒരു സാധനമാണ് അതെ, നീ ആ TV ഓഫ് ചെയ്തിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ നോക്ക്. ഇനി നിയമം അനുസരിച്ച് കുട്ടികളെ ഞാൻ പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കാം. പക്ഷേ രാത്രി എല്ലാവരും പട്ടിണി എടുക്കേണ്ടി വരും. നിങ്ങളൊന്ന് സ്വൈര്യം തരുമോ? മനുഷ്യന് ലോകവിവരം ഉണ്ടാവാൻ വേണ്ടിയാ ഇതിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതിന് സമ്മതിക്കൂലേ? ഏട്ടാ, ഗ്യാസ് തീർന്നു. മറ്റേ കുറ്റി ഒന്ന് കണക്ട് ചെയ്ത് തരുമോ? നീ എനിക്ക് കുറച്ച് സൗകര്യം തരൂ. ലോക ചലനങ്ങളെ കുറിച്ചുള്ള അറിവ് കിട്ടാനാണ് ഇതിന്റെ മുമ്പ് കയറിയിരിക്കുന്നത്. അല്ലാതെ ഞാൻ നിന്നെ പോലെ വീട്ടിലിരിക്കുന്ന ആളല്ല. ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നവനാണ്. മേലാൽ TV കാണുമ്പോൾ ശല്യം ചെയ്യാൻ വന്ന നന്നായിട്ടുണ്ട്. നീ അങ്ങോട്ട് വാ, വിളമ്പി വയ്ക്കാം. വക്കീലേ. ഓ, എന്ത് വേണം? സെക്ഷൻ വല്ലതും വേണോ? വേണ്ട, രാത്രി കൃത്യസമയത്ത് ഭക്ഷണം വേണ്ട. തീർച്ചയായിട്ടും വേണം. ഞാൻ കൈ കഴുകിട്ട് വരാം. ഇരിക്കെ കൈ കഴുകാനുള്ള സമയമാകുമ്പോ ഞാൻ പറയാം. ഈ വക്കീല് ഒരുപാട് പഠിപ്പും വിവരമൊക്കെ ഉള്ള ആളല്ലേ? താങ്ക് യു. ഈ ഒരുപാട് ലോക വിവരമൊക്കെ ഉള്ള ആളല്ലേ? താങ്ക് യു. എന്റെ മക്കളെ ചില സംശയങ്ങൾ തീർത്തു കൊടുക്കോ? താങ്ക് യു. ഞാനോ? ആ. അത് ശരിയാവില്ല. എന്താ? ഏയ്, Please, വരൂ. സംശയം തീർക്കുന്ന പരിപാടികളൊന്നും ഇപ്പൊ ഇല്ല. അതൊക്കെ പണ്ടേ നിർത്തി. സാരല്ലേ, വരുന്നേ. വിടൂ മിസ്റ്റർ. വരൂ. ഓ, എന്താണ് ഈ കാണിക്കുന്നത്? ഒരു മിനിറ്റ്. ഇതിലും നല്ലൊരു സാറിനെ നിങ്ങൾക്ക് ഇനി കിട്ടാനുണ്ടാവില്ല. അതൊക്കെ ശരിയാണ്. ഇരിക്കുന്നേ മോളെ. നോക്കൂ, എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോളാം കേട്ടോ. പിന്നെ സെക്ഷൻ മാത്രമേ അവർക്ക് പറഞ്ഞു കൊടുക്കരുത്. ഒരു അപേക്ഷയാണ്. പിന്നെ എന്തോ ഉച്ചക്കുണ്ടാക്കിയ മരുന്ന് കറിയില്ലേ, മൂലക്കുരുവിനുള്ള? അതിനി വേണ്ട. മതിയായി. ശരി, അപ്പൊ അതും പാളി. ബൈ ദ ബൈ, എന്തൊക്കെയാണ് സംശയങ്ങൾ? യെസ്, പ്രൊസീഡ്. ഈ പുസ്തകം ശരിയല്ല. അടുത്ത പുസ്തകം വരട്ടെ. ഇത് കംപ്ലീറ്റ് മിസ്റ്റേക്കാ. നിന്റെ സംശയങ്ങളൊക്കെ തീർന്നല്ലോ. ഇനി നിന്റെ സംശയങ്ങൾ. ഇത് ഇതിന്റെ കരിക്കുലം ശരിയല്ല. അടുത്തത്. വിദ്യാഭ്യാസ രംഗം മൊത്തം പരിഷ്കരിക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് കുറച്ച് സെക്ഷൻസ് പറഞ്ഞു തരാം. രണ്ടുപേരും നോട്ട് പുസ്തകം എടുത്ത് അത് എഴുതിയെടുത്തോളൂ. IPC. എന്റെ മൂലക്കൂര് മൊത്തം നീ ഓപ്പറേറ്റ് ചെയ്തല്ലോടെ. ആ വയൽക്കര രാഘവൻ നേരെ മോല്ലേ ഉണ്ണി, അവൻ ഞങ്ങളെ പെങ്ങടെ കൈക്കരി പിടിച്ചു. അതും കോളേജിൽ മുന്നിൽ വെച്ച്. എല്ലാരും ഭക്ഷണം കഴിച്ച് കഴിയാറായി. നീ വന്ന് കഴിക്കുന്നുണ്ടോ? അവിടെ കോളേജിൽ പോണില്ല. എന്തിനാടി എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? ഒരു ദിവസമല്ലേ ആയുള്ളൂ ഏട്ടാ, ഒന്ന് ബോധ്യപ്പെടട്ടെ. ഒന്നുമില്ലേലും വർഷങ്ങളായി ഞാൻ അനുഭവിക്കുന്ന സുഖം ഒന്ന് അറിഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ട് നല്ല തന്നെയാ. ഈ മാസം ഒന്ന് കഴിഞ്ഞോട്ടെ, കാണിച്ചു തരുന്നുണ്ട് ഞാൻ.
വക്കീലേ, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. എന്താടാ കോളേജിൽ വെച്ച് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ചെറിയ പ്രശ്നമൊന്നുമല്ല, ഞാൻ പറയാം. വായ വെക്കാൻ പറ്റാത്ത ഊണ്. തല്ലിപ്പൊളി ഭക്ഷണം. ഭക്ഷണത്തെ കുറിച്ച് തെറി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. വെരി ബാഡ് ഫുഡ്. സഹിക്കാൻ പറ്റുന്നില്ല. മിസ്സിസ് ശ്യാമ, ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ കോടതിയിൽ നിന്നും ഒരു സ്പെഷ്യൽ നീക്കുപോക്ക് ഓർഡർ വാങ്ങിത്തരണോ? എനിക്കതിന് കഴിയും. എന്താ വക്കീലെ ഇപ്പൊ അങ്ങനെ തോന്നാൻ? പട്ടിണി കിടന്ന് ചത്താൽ അതിനൊരു അന്തസ്സുണ്ട്. ഭക്ഷണം കഴിച്ച് ചാവുന്നത് നാണക്കേടാ. ആസ് പോസിബിൾ ആസ് മിസ്റ്റർ രാജീവൻ അവിടേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. അതുകൊണ്ട് ഐ ഹംബ്ലി റിക്വസ്റ്റ് യു, എന്നെയും ഈ കുടുംബത്തെയും ഭക്ഷണത്തിൽ നിന്ന് രക്ഷിക്കണം. ഞാൻ കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം. കഴിച്ചോളൂ, പക്ഷെ ഒരിക്കലും ഭർത്താവിന്റെ തന്തക്ക് വിളിക്കരുത്. ഇന്ന് ഉച്ചക്ക് ഊണ് കഴിച്ചത് മുതൽ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. തൽക്കാലം മനസ്സിൽ വിളിച്ച് നിർവൃതി അടഞ്ഞതാ. എന്റെ ഭക്ഷണം ഒന്ന് വിളമ്പിത്തരൂ. ഈ പാത്രം ഒന്ന് കഴുകി തീർന്നോട്ടെ. എന്നെ കൊണ്ട് വക്കീലിനെ വിളിപ്പിക്കരുത്. അവിടെ കയറി. ഓ, പിടിക്കേ. പതുക്കെ മതിയേ. ആ മതി 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 മതി. ഇതിനാണ് ഞാൻ നേരത്തെ വിളിച്ചത്. മതിയോ? ഓ മതി. കുറച്ചുകൂടാ ഞാൻ? വേണ്ട. കറി ഇതെന്താ? കേട്ട്. ഓ, മാറ്റി പിടിക്കും. ആ മതി മതി. ഇനി കഴുകിക്കോ, വൈകണ്ട. അത് ഞാൻ നോക്കിക്കോളാം. അതെ, ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും ചാണിന് ചാണാ ഇങ്ങനെ പിൻപറ്റണമെന്നില്ല. കുറച്ചൊക്കെ വിട്ടുവീഴ്ചകളാവാം. എന്ത് ചെയ്യാനായിട്ടാ, കോടതിയുടെ ഉത്തരവല്ലേ. ഒന്നുകൂടെ കഴിക്കേ. ശ്യാമു മോളെ, ഇങ്ങനെയൊന്നും വേണ്ടെന്ന് ഇപ്പൊ തോന്നില്ലേ? ഏയ്, ഇതൊരു വർഷത്തേക്ക് നീട്ടിക്കിട്ടാൻ എന്താ ചെയ്യണ്ടെന്നാ ഞാൻ ചിന്തിക്കുന്നത്. നല്ല സുഖം. അല്ലെങ്കിലും ഇതൊന്നും വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. ഞാൻ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചെന്നല്ലേ ഉള്ളൂ. ഇതൊക്കെ പെട്ടെന്ന് തയ്ക്കാവുന്നല്ലേ ഉള്ളൂ.